ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു സോപ്പാണ്. ഒരു ക്യാരറ്റും ഒരു പിയേഴ്സ് സോപ്പും വെച്ചിട്ട് 4 സോപ്പ് വരെ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ തന്നെ വെച്ചിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുമായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്യൂട്ടി സോപ്പാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പും കൂടിയാണിത്. നല്ലൊരു വൈറ്റനിങ് സോപ്പും കൂടിയാണ്. പിന്നെ ക്യാരറ്റിൻ്റെ ഒക്കെ ബെനിഫിറ്റ് പറയണ്ടല്ലോ, അത്രയും സ്കിന്നിന് അത്രയും നല്ലതാണല്ലോ. ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിമ്പിൾസ്, അതുപോലെ ഡാർക്ക് സ്പോട്ട് ഒക്കെ മാറാനും, പിന്നെ ആൻറ്റി ഏജിങ്ങിന് തടയാനും, പിന്നെ സൺ ടാൻ മാറാനും ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു ക്യാരറ്റാണ്. ഇത് നന്നായി വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ചെറിയ ജാറിലിടുക. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്ന മഞ്ഞളാണ്. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അതിന് അത്രയും എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള മഞ്ഞൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തവർക്ക് 1 ടീസ്പൂൺ പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക. ഞാൻ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും വെള്ളം ചേർത്തില്ല. 2 ടീസ്പൂൺ മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അരയാൻ കുറച്ച് സമയം പിടിക്കും. അരഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അരക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരരിപ്പ വെച്ച് അരിച്ചെടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ കോട്ടൺ തുണിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നന്നായിട്ട് ജ്യൂസ് കിട്ടും. പിന്നെ എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇനി അരയാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്നുകൂടി അത് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാൻ പിന്നെയും ഒന്നുകൂടി പോയി അരച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ അരയാത്തുണ്ടായിരുന്നു. എന്നിട്ടത് പിന്നെയും പോയി അരച്ചു. എന്നിട്ട് ഞാനിത് പോലെ അരിപ്പയിൽ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് കിട്ടി. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ, പിന്നെ വീട്ടിലുള്ളത് തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ അത്രയും ബെനിഫിറ്റ് നമ്മളെ സ്കിന്നിന് കിട്ടും. നല്ലൊരു ഗ്ലോയിങ്ങും വൈറ്റനിങ്ങും ഒക്കെ തോന്നും. പിന്നെ എടുത്തിട്ടുള്ളത് കറ്റാർവാഴയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞക്കറ മാറിയതിന് ശേഷം നന്നായി വാഷ് ചെയ്യുക. കാരണം അതിൽ അവശേഷിക്കുന്നതായിട്ടുണ്ടെങ്കിൽ വീണ്ടും നന്നായിട്ട് കഴുകുക. 2-3 വട്ടം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കഴുകണത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ 2 സൈഡും കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ലെടുക്കുക. ജെല്ലെടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടി കഴുകുക. കഴുകണോണ്ട് അത്രയും നല്ലതാണ്. എന്നിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതുപോലെ കറ്റാർവാഴ വീട്ടിലില്ലെങ്കിൽ റെഡിമെയ്ഡ് കിട്ടുന്ന കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ, അതായത് അലോവേറ ജെല്ല്, അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്താലും മതി. ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കാരണം അത്രയും നല്ലതാണ്. വീട്ടിലുള്ളത് എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ മഞ്ഞളും കറ്റാർവാഴയൊക്കെ വീട്ടിലുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ ഇനി അരയാത്തതുണ്ടെങ്കിൽ വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ വീണ്ടും അരച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് 1 ടീസ്പൂണ് റൈസ് പൗഡർ ആയിരുന്നു, അതായത് അരിപ്പൊടി. ഇത് ഈ എല്ലാത്തിലും കൂടി ഇടുന്നേക്കാൾ നല്ലത് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മാത്രം ഇട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാനാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ ആകുമ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. വീണ്ടും ഞാൻ അരിച്ചെടുത്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ കളഞ്ഞിട്ട് വീണ്ടും അരിച്ചതായിരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ക്യാരറ്റ് മിക്സും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ലെന്ന് മാത്രം. കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പിയേഴ്സിൻ്റെ സോപ്പാണ്. പിയേഴ്സിൻ്റെ സോപ്പ് പറഞ്ഞാൽ 40 രൂപയുടെ സോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 40 രൂപയുടെ സോപ്പ് വെച്ചിട്ട് തന്നെ 4 സോപ്പ് വരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പിയേഴ്സ് സോപ്പ് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. ചീത്ത വെള്ളം നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ മെൽറ്റാവും. പിന്നെ ചെറിയ പീസുകളാണ് ആക്കിയിട്ടാണ് മെൽറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. പിന്നെ കുറച്ച് വലുതാണെങ്കിൽ കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ. പക്ഷേ ചെറിയ പീസുകളാക്കി ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ചിലപ്പോൾ അടിയിലെങ്ങാനും പിടിച്ച് കാണും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കുറച്ചായിട്ട് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക.
ഇത് ഇത് മറ്റേ PS സോപ്പ് മെൽറ്റ് ആയതിനു ശേഷം ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കത് ഇറക്കി വെക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് മിക്സായിട്ട് ഒരു 2 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഇതെല്ലാം സെറ്റായിട്ടുണ്ടാവും. ഈ PS സോപ്പും ഈ ക്യാരറ്റിൻ്റെ മിക്സ് എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് ഇതിലേക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ 4 പാത്രത്തിലാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് വേഗം കിട്ടും. പിന്നെ ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ വീട്ടിൽ എന്ത് പാത്രമാണോ ഉള്ളത് അത് വെച്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ സോപ്പിൻ്റെ മോൾഡൊന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള പാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് അധികം ക്യാഷിൻ്റെ ചിലവൊന്നുമില്ല. നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനോ കൂടിയുള്ള ഒരു വഴിയാണ്. ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസായാൽ നമുക്ക് ഇതിൻ്റെ ബേസൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് 4 പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു ദിവസം വെക്കാം. ഒരു നൈറ്റ് വെച്ച് പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നല്ല ഒരു സോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു സോഫ്റ്റ്നെസ്സോ ഒന്നുമില്ല, നല്ല കട്ടിക്ക് തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. കാരണം ഞാൻ ഇത് യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ബ്രൈറ്റനിങ്ങും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ആൻറ്റി ഏജിങ് തടയാനൊക്കെ നല്ലതാണ്. ചുളിവുകളൊക്കെ മാറാനും പിന്നെ മഞ്ഞളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്രയും നല്ല ബെനിഫിറ്റ് കിട്ടും. ഇതിലുള്ളതെല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അത്രയും ബെനിഫിറ്റാണ് ഇതിനുള്ളത്. എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു PS ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു PSൽ 4 സോപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണുന്നില്ല, നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സോപ്പാണ്. സോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖത്ത് പിമ്പിൾസിനൊക്കെ ഒരു പരിധി വരെ തടയാൻ സഹായിക്കുന്ന ഒരു സോപ്പും കൂടിയാണിത്. പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും പിന്നെ അതുപോലെ മുഖത്ത് വരെ സൺ ടാനൊക്കെ മാറാൻ നല്ലൊരു എഫക്റ്റ് ചെയ്യുന്നൊരു സോപ്പും കൂടിയാണിത്. കാരണം ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ്. കറ്റാർവാഴയായാലും മഞ്ഞളായാലും പിന്നെ അതുപോലെ ക്യാരറ്റ് ആയാലും അത്രയും ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും. അതുകൊണ്ട് തന്നെ അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഇത് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. കാരണം ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പത വരുന്നുണ്ട്. കാരണം PS സോപ്പാണല്ലോ. പക്ഷേ PS സോപ്പ് വെച്ചിട്ട് 4 സോപ്പ് വരെ ഉണ്ടാക്കിയിട്ട് കൂടി അത് പെട്ടെന്ന് തന്നെ പതയുന്നുണ്ട്. കാരണം 40 രൂപയുടെ സോപ്പാണ്. 40 രൂപ സോപ്പ് വെച്ചിട്ടാണ് 4 സോപ്പ് വരെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ക്യാരറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്. നല്ലൊരു ഗ്ലോയിങ് തോന്നാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഫേസ് പാക്കും ഒക്കെ നല്ലതാണ്. പിന്നെ ആ ക്യാരറ്റ് വെച്ചിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്നും കുളിക്കുമ്പോൾ ഈ ഒരു സോപ്പ് വെച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് തോന്നും. കാരണം അത്രയും റിസൾട്ട് കിട്ടുന്നൊരു സോപ്പും കൂടിയാണിത്. ഇത് നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, സോഫ്റ്റായിട്ട് പൊട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇതുപോലത്തെ ഒരു കവറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി ഇതുപോലത്തെ ഒരു കവറിലാക്കി വെക്കാവുന്നതാണ്. ഇതൊരു ഹോം മെയ്ഡ് സോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു സ്കിൻ വൈറ്റനിങ് സോപ്പും കൂടിയാണല്ലോ ഇത്. പിന്നെ നല്ലൊരു ഗ്ലോയിങ്ങും തോന്നും. പിന്നെ അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാൻ അത്രയും സഹായിക്കുന്ന ഒരു വൈറ്റനിങ് സോപ്പും കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് പറയാം.